ഞങ്ങൾ അമ്മയെ അനുസരിക്കുന്ന ആൾക്കാരാ. തലപ്പത്തിരിക്കുന്നവർ പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കും. കാരണം അപ്പത്തിരിക്കുന്നവർ വരെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അമ്പലപ്പാട്ടുകാരോട് നല്ല സ്നേഹമാണല്ലോ എല്ലാവർക്കും. അപ്പൊ പിന്നെ പറഞ്ഞു വരുത്താൻ ഉത്സാഹം കൂടും. അത് ഇറങ്ങി പോവോ വരുവൊക്കെ ചെയ്താൽ ഞങ്ങളുടെ കുടുംബ പ്രശ്നമായിട്ട് കണ്ടോ? അമ്മയും മക്കളൊക്കെ അല്ലേ, 5 പേരിലുണ്ടോ മക്കൾക്ക് ഇല്ലേ? 5 പേരിലുണ്ടോ മക്കൾക്ക് ഇല്ലേ? അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ 5 വിരലുകൾക്കും 5 അഭിപ്രായ വ്യത്യാസവും 5 ഷേപ്പും ഒക്കെ ആയിരിക്കും. അവര് വരും പോകും. ഇതൊക്കെ നമ്മൾ എന്തിനാ കൂടുതൽ ചിന്തിക്കുന്നത്? ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണം. അമ്മ എന്തായാലും മക്കളെ കൈവിടത്തില്ല. ഇനി അതുപോലെ എന്തെങ്കിലും ഉണ്ടായാൽ അത് ചോദിച്ച് അവിടെ തന്നെ തീർക്കും. ഇനി അതാണ് നമ്മുടെ തീരുമാനം. പുതിയ ടെക്നിക്കാ. അല്ല, ഈ അമ്മയുടെ മക്കള് തന്നെ അല്ലേ പരസ്പര സഹോദരിയെ പോലെ കാണുന്ന ആൾക്കാരുമായിട്ട് അങ്ങോ ഇങ്ങോട്ട് കുറെ പ്രശ്നങ്ങളാണ്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ അത് കുറച്ച് മുമ്പല്ലേ ഉണ്ടായത്. പുതിയ അമ്മയിലെ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ കഴിഞ്ഞപ്പോ എവിടെ പ്രശ്നം ഉണ്ടായി? ഇതിപ്പോ നിങ്ങൾ ഏതൊരു ഇന്റർവ്യൂ കണ്ടോ? ഒരു പുലി അവിടെ നിൽക്കുന്നുണ്ട്, ആ മരം ചാഞ്ഞ് കിടക്കുന്ന ഇപ്പോഴേ കുനിയേണ്ട കാര്യമുണ്ടോ? അപ്പൊ ആവട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം. തിരിച്ചറിയാത്ത എത്ര പേര് അമ്പലങ്ങളിൽ കയറുണ്ടാവും. ഷക്കീല വന്ന് അവിടെ തൊഴുതിന് എന്താ തെറ്റെന്താ? അതിലൊരു വിവാദമില്ല. എന്നോട് ആരും അവിടെ വേണ്ട, അയ്യോ കൊണ്ടുവരരുത്, ഷക്കീല വരുത്, അയാളാണ് ആദ്യം സെൽഫി എടുത്തത്. അറിയോ നിങ്ങക്ക്? നമ്മൾ തമ്മിൽ ഇനിയും കാണേണ്ടി വരും. അയ്യോ ഞാൻ പേടിച്ച് ശശി സാറ് പേടിപ്പിക്കുന്നു പേടിച്ചേ. കൊണ്ടുവരുതരുത്, അയ്യോ ഷക്കീല പറഞ്ഞിട്ട് ഫസ്റ്റ് സെൽഫി എടുത്ത് പുള്ളിയാ. ഒരു ഫോട്ടോ എടുത്തേ ഇങ്ങനെ. ഹലോ, ഷോട്ട് എടുക്കട്ടെ. ഷോട്ട് റെഡി ആണെന്ന് വരാന് പറഞ്ഞില്ലേ? കുറച്ചു നേരം എന്നെ ക്യാമറ കാക്കൊന്നും കൊണ്ടുപോയില്ല. അവർ അഭിനയിച്ച് ശരി, അവരുടെ ജോലി അവർ ചെയ്തു. അവരൊരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട്. ഷക്കീല പടം முதல் நாள் முதல் ஷோ பார்க்கணும். ஏன் ரெண்டாவது ஷோ பார்த்தா? ரெண்டாவது ஷோல பிட்ட கட் பண்ணிடுறாங்களா? നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പഴയ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ആ ത്രെഡ് കൊണ്ടുവന്ന് കളിക്കേണ്ട കളി ഇവിടെ അല്ല. ഹോട്ട് സീറ്റാ നീ ചോദിച്ചോ? അതിനേക്കാളും വലിയ ഹോട്ടാ ഞാൻ. അതിനേക്കാളും വലിയ ഹോട്ടാ ഞാൻ. നേരത്തെ പറഞ്ഞതിനെ ഞാൻ മാറ്റി ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ മറുപടി പറഞ്ഞില്ലേ? ആ പറഞ്ഞത് വെച്ച് തന്നെയാണ് ഞാനിപ്പോ അത് തന്നെയാണ് ഇപ്പൊ ഞാൻ മറുപടി നിന്നോട് പറഞ്ഞത്. നീ പഴയത്, നീ കാലഘട്ടം മാറുമോനെ, നീ ശരിയാവണില്ല. ആദ്യം എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ കഴിവ്. അതിനുള്ള കഴിവുണ്ടാക്കിയത് ഇന്റെ വേർപ്പ. വന്ന വഴി മറക്കരുത്. നിന്റെ ഈ രീതി മാറ്റി. നീ മാറിയിട്ടില്ല, ഞാനാണ് ഇപ്പൊ മാറിയിട്ട്. നീ ഒന്നും മാറിയിട്ടില്ല, നീ ഒരു ചുക്കും മാറിയിട്ടില്ല. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളൊന്ന് പോയി തന്നെ നിന്നെ പോലെയുള്ളവരുടെ മുമ്പിൽ ഇരുന്ന് തരാൻ പറ്റിയ ഒരാളല്ലാന്ന് എനിക്കിപ്പോ തോന്നുന്നു. കാരണം അറിയോ, നീ പിന്നെ പണ്ടത്തെ കാലം അങ്ങനെ പറഞ്ഞില്ല. ഞാൻ നിന്നോട് തന്നെ എക്സ്ക്ലമേഷൻ ഞാൻ പറഞ്ഞു വിചാരിക്കുന്ന ഒരാളുടെ മുന്നിൽ ഇപ്പോഴും ശിലായുഗത്തിൽ ഇരിക്കുന്ന ഒരാൾ വന്നിരിക്കുമ്പോ ചിലപ്പോ ആരാ അങ്ങനെ 2050 ആരിരുന്ന്? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ശശിയേ നല്ല ഇടി വെട്ടുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഒരു പാമ്പ് കടി കൂടി പ്രതീക്ഷിച്ചോ? ഞാനൊരു വാക്ക് പറഞ്ഞത് ഞാൻ ആദ്യവും അവസാനം നീ ഇതിട്ട് തോണ്ടി എന്നെ ഇളക്കാൻ നോക്കണ്ട, ഇളകത്തില്ല. കാര്യം പറഞ്ഞുതരാം. ഇനി കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. അത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. സാരമില്ല, ഒരബദ്ധം ആർക്കും പറ്റും. നിന്നോട് ഞാൻ എതിർക്കാൻ പറഞ്ഞ ഇല്ല. പിന്നെ എന്തിനു നീ അത് ആലോചിക്കണേ? എടാ, ഞാൻ 2050 ഞാനേ 2050 നിക്കണം. ഞാൻ സ്റ്റിൽ 2025 തന്നെയാ നിക്കണത്. ഇവിടെ നിന്നോണ്ട് ഇനിയും പറയും, ഞാൻ ഇനിയും പറയും മോനെ, ഇനിയും ഞാൻ പറയും. ഇപ്പൊ ഷുവറായില്ലേ നമ്മൾ ആദ്യം പറയുമ്പോ ആരും വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പറഞ്ഞപ്പോ ഇതിങ്ങനെയാണ് കാര്യം ഞാൻ പറഞ്ഞത്. എന്തിന് നീ പറയണത് വളച്ചൊടിച്ച് പറഞ്ഞ? നിനക്ക് ശരിക്കും പറഞ്ഞാലേ സ്റ്റഡി ഇല്ല. നീ കുറച്ചുകൂടെ പഠിക്കണം മോനെ. ഇന്റർവ്യൂ നീ കുറച്ച് പഠിക്കണം. നീ ഇത്രയ്ക്ക് ആയിട്ടില്ല. വേറെ ആർക്കും വേണ്ടി ഇതൊക്കെ സംസാരിച്ചോ? എന്റെ അടുത്ത് സംസാരിക്കും. ഇത്രയും നിനക്ക് ആയിട്ടില്ല. നീ കുറച്ചുകൂടെ പഠിച്ചിട്ട് വന്നിട്ട് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറച്ച് ഭ്രാന്തുണ്ട്. രക്ഷയില്ല. കാര്യം എന്താണെന്നറിയോ? നീ ഇപ്പോഴും 2050 പിടിച്ചോണ്ടിരിക്കും. ഞാൻ എന്താ പറഞ്ഞത്? സ്റ്റിൽ 2025 നിൽക്കുന്ന ആളെ ഞാൻ. പിന്നെ നീ പറഞ്ഞ എന്താണ് 2000? എന്ത് കാര്യത്തിനാ നീ ഇങ്ങനെ പറയണത്? അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാ നാരായണ താൻ അഭിപ്രായം പറയാൻ പോകുന്നത്?
ചേച്ചി ഇങ്ങനെ മുമ്പുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തിനാ ഓക്കെ നാളെ നമ്മൾ തീരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചേച്ചി നമുക്കൊന്നും ചെയ്യണ്ട, ഇവിടെ വെറുതെ ജീവിച്ച് മരിച്ച് പോയാൽ മതി എന്നെല്ലാരും ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഇപ്പൊ ഇവിടെ ചെയ്യുന്ന ഈ ക്യാമറ മൈക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായേ. ആരാ അതിനെ കുറിച്ചൊക്കെ വല്ലതും പറഞ്ഞാ? മച്ചു മാട വേണ്ട ഏട്ടാ, താടി കേടാ. അല്ല ചേച്ചി പറഞ്ഞൊരു എക്സ്പാൻഡഡ് വേർഷൻ ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇവനെന്ത് തലയ്ക്ക് വല്ല പ്രാന്തുണ്ട്? നിങ്ങൾ ആ ക്യാമറയ്ക്ക് എടുത്ത് മാറ്റി അല്ല, പിന്നെ എന്താണ് ഇവര് വരൂ ഈ മാതിരി എന്റെ വായല് നീ ലോജിക്ക് ഇല്ലാതെ സംസാരിക്കുന്ന വേറെ ആരോടും സംസാരിക്കേ. ഞാനെന്നൊക്കെ പറഞ്ഞാലേ വളരെ പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാ. ഇങ്ങനെ പോയ ആളുകളുടെ അടികൊള്ളാൻ നല്ല സാധ്യതയുണ്ട്. ഒട്ടും അച്ചടക്കില്ലാത്ത ജീവിതമാണ്. നിന്നെ പോലെയുള്ള ഒരാള് പഴയ കാലത്തെ കാര്യവും പറഞ്ഞ് ബബ്ബ അടിക്കാൻ നിക്കലും. നീ ആദ്യം കുറച്ച് ഇന്റർവ്യൂവിന് പറയേണ്ട വാക്കുകളും കാര്യങ്ങളും ചോദ്യങ്ങളൊക്കെ പഠിച്ചിട്ട് വാ. എന്റെ ഭഗവാനെ കാത്തുരക്ഷിക്കണേ. അല്ല അങ്ങനെ ആ ലൈറ്റ് ഒക്കെ നിർത്തി മാറ്റിക്കേ. ഇവന്റെ ഒക്കെ മുഖത്ത് ലൈറ്റ് വെക്കാറായിട്ടില്ല. അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ബോൾഡ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മോനെ ബോൾഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയണത്, നിനക്ക് അതിനുള്ള യോഗ്യത ആയിട്ടില്ല. ഇങ്ങനെ വന്ന് വഴക്കുണ്ടാക്കല്ലേന്ന് ഞാനിപ്പോ പറയണത്, ഞാനതൊരു ഇന്റർവ്യൂ ഇത് എടുക്കാതെ പോകണമായിരിക്കും നല്ലത്. ഞാനൊരു ഇന്റർവ്യൂവിന് നിൽക്കുന്ന ആളാണ്, ഞാൻ ഒരുപാട് ഇന്റർവ്യൂ കൊടുത്തിട്ട ആളാണ്. പക്ഷെ നിന്നെ പോലെ ഒരു കാര്യത്തിൽ തന്നെ പറഞ്ഞു നിൽക്കുക. നിനക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ? വേറെ കാര്യങ്ങൾ എത്രയോ ചോദിക്കാനുണ്ട്. അപ്പോൾ നീ പറഞ്ഞതാണ് 2050 കാര്യം. 2050 നീ ഇപ്പൊ എങ്ങനെയാണെന്നറിയോ? നീ ഇപ്പൊ നിൽക്കുന്നത് 2050 നീ 2050 അത് പഠിച്ചു വെച്ച് വന്നിരിക്കുക. ഞാനിപ്പോ നിസ്റ്റിൽ നിൽക്കുന്നത് 2025. ഒരു കാര്യമില്ലടാ. നീ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല. നിന്റെ കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് വിട്ടുപോയി. ബാക്കി ഞാൻ ചോദിക്കാം. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ചേച്ചിക്ക് ഉത്തരം മുട്ടുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഞാനാ എന്റെ മോനെ എന്റെ ഉത്തരം മുട്ടിപ്പിക്കാൻ നീ ജന്മത്തെ സാധിക്കില്ല. നീ പറ, നീ ചോദിക്കണ്ടേ? ചോദിക്ക്. നീ വാ പൊളിക്കരുത് പ്ലീസ്. ഇപ്പൊ ഈ ഒരു വേടന്റെ ഈ ഒരു കേസ് വന്നു, അതിലാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ വേടന്റെ ഈ ഒരു കാര്യത്തിൽ വന്നിരിക്കുന്ന പല കാര്യങ്ങളോടും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട വിയോജിപ്പുണ്ട്. ചേച്ചിക്ക് ഈ ഒരു കാര്യത്തെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? കാര്യം ഇത്രയും സ്ത്രീകൾ ആ ഒരാൾക്കെതിരെ വരുന്നു. അപ്പൊ ആ വേടൻ എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനാണ്. ലോക പൊട്ടനാണ്. ഒരു പാട്ടും എഴുതി വളരെ പതുക്കെ കയറി വന്നു. ഈ കയറി വന്ന ആ സമയത്ത് ഏതോ ഒരു പെണ്ണ് ബലാത്സംഗം ചെയ്യാൻ 5 തവണ ഒരാളെ ബലാത്സംഗം ചെയ്യാൻ പറ്റില്ല മോനെ. ഒറ്റ പ്രാവശ്യം ബലാത്സംഗം ചെയ്യാൻ പറ്റുള്ളൂ. അറിയാവോ അത്? അല്ലെങ്കിൽ ഒരു ദിവസം പലപ്പോഴായിട്ട് പീഡിപ്പിച്ചെന്ന് പറയണം. എന്ത് രസമായിരിക്കൂലേ ഇത്. 5 തവണ ബലാത്സംഗം ചെയ്തു പല സ്ഥലത്ത് വെച്ചെന്ന് പറഞ്ഞാൽ എന്ത് വർത്തമാനായി പറയണത്. അപ്പൊ പിന്നെ അവരെന്തുകൊണ്ട് ആ സമയത്ത് പറഞ്ഞില്ല? എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം.